രാത്രികാലം പ്രതികൂലത്തിന്റെ നടുവിലും സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പിശാചി ഏതൊക്കെ വാതിലുകൾ അടച്ചാല് ഹല്ലേലൂയ എന്നും ദൈവവും നമ്മളും തമ്മിലൊരു ബന്ധത്തെ മുറിവേൽപ്പിക്കുവാൻ വിള്ളലെഴുവാൻ സ്തോത്രം ഹല്ലേലൂയ ശത്രുവിന് കഴിയത്തില്ല. ഹല്ലേലൂയ എന്നും സ്തോത്രം ഹല്ലേലൂയ ഏത് അനുഭവത്തിന്റെ അകത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവവും നാമും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ കാരണം സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ദൈവത്തെ കാണുവാൻ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കാണുന്നതല്ല. ഹല്ലേലൂയ ഒരു പ്രത്യേകമായ ഒരു വിശുദ്ധ സ്ഥലത്ത് പോയി മാത്രമല്ല ഞാൻ ദൈവത്തെ കാണുന്നത്. എൻ്റെ ദൈവത്തെ കാണാൻ എനിക്ക് ഒരിടത്തും പോകണ്ട. ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്ത് അതൊരു പക്ഷെ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കാം, വേദനയുടെ നടുവിലായിരിക്കാം, നിരാശയുടെ നടുവിലായിരിക്കാം, കഷ്ടതയുടെ നടുവിലായിരിക്കാം, അല്ലെ സന്തോഷത്തിലായിരിക്കാം. എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത ഞാൻ ഏത് അനുഭവത്തിലൂടെ പോയാല്, ഞാൻ ഏത് അവസ്ഥയിലൂടെ പോയാല് ഹല്ലേലൂയ എൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവിനെ അത്രേ ഇന്ന് രാത്രികാലം നമ്മൾ ആരാധിക്കുന്നത്. ലോകത്തിന്റെ വിവിധ പാടങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ഞങ്ങളെ കാണുന്ന പ്രിയമുള്ളവരെ ഇന്ന് രാത്രി നിങ്ങളോട് കൈമാറുകയാ. എൻ്റെ സ്വർഗത്തിലെ ദൈവ നിന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവ്, നിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവ്, നിന്റെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവ്, നിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവ് ഇന്ന് രാത്രികാലം നീ ആയിരിക്കുന്ന മേഖലകളിൽ അതരങ്ങളെ തുറന്ന കർത്താവിനെ സ്തുതിക്കാമോ? കാരണം എന്റെ സ്വർഗത്തിലെ ദൈവ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന നല്ലൊരു കർത്താവത്രേ. ആമേൻ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ചില മിനിറ്റുകൾ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കൈമാറുകയാ. സ്തോത്രം. കർത്താവിന്റെ അവസാന നാഴികയിലുള്ള ആ ഒരു പ്രാർത്ഥന. സ്തോത്രം. മരണം തന്റെ പദ്ധതി പൂർത്തിയാകുന്നതിന് തൊട്ട് മുമ്പ് വളരെ ആകുലപ്പെടുന്ന ഒരു അനുഭവം നമുക്കോട് കാണാൻ വേണ്ടി കഴിയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില മിനിറ്റുകൾ നമ്മൾ ആ ഗത്സമനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇരുന്ന് ഹല്ലേലൂയ എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഇതൊരു പ്രോഗ്രാമായി കാണാതെ, വെറുതെ ഒരു ചടങ്ങായി കാണാതെ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരുമിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. ഹല്ലേലൂയ. ഗത്സമന തോട്ടത്തിലേക്ക് നോക്കുക. ഹല്ലേലൂയ. തോട്ടത്തിന്റെ നടുവില് ഹല്ലേലൂയ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരുവനുണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരുവൻ. ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാകുന്ന എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഹാദൈവ ഹല്ലേലൂയ ഗത്സമന തോട്ടത്തിൽ നിൽക്കുന്നു നിങ്ങൾക്ക് കാണാം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം, മനുഷ്യനായ ദൈവ ഹല്ലേലൂയ ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുക. താൻ സെലക്ട് ചെയ്ത, തിരഞ്ഞെടുത്ത ചില മനുഷ്യരുമായിട്ട് ഇന്ന് രാത്രികാല ഹല്ലേലൂയ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രാപിച്ച സകല ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. കാരണം എല്ലാവർക്കും ഒന്നും കർത്താവിന്റെ കൂടെ ഗത്സമനെ കയറാൻ പറ്റത്തില്ല. ഗത്സമനെ ആർക്കെങ്കിലും കയറാൻ പറ്റുന്നെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് പ്രാപിച്ചവന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ദൈവത്തിന്റെ ശബ്ദം കേട്ടവനെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാ, അങ്ങനെ ഭാഗ്യം കിട്ടിയ ദൈവ പൈതലേ, നീ ഗത്സമനയിൽ നീ ദൈവത്തിന്റെ അടുക്കൽ എത്തിയിരിക്കുക. അത് നിന്നെ മാത്രമേ, നിനക്ക് മാത്രമേ അതിനകത്ത് അഡ്മിഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. നീ ദൈവത്തിന്റെ പൈതലായതുകൊണ്ടാ. സ്തോത്രം. കർത്താവ് പദ്ധതിക്ക് വേണ്ടി, ഒരു വ്യക്തമായ ഒരു പദ്ധതിക്ക് വേണ്ടി, ഉലക ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിക്ക് വേണ്ടി ഭൂമിയിൽ ജഡമായി ജനിച്ച കർത്താവ്. സ്തോത്രം. ഗത്സമനയിൽ ഹല്ലേലൂയ സ്തോത്രം തന്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുന്നു. തന്റെ പദ്ധതി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വ്യാകുലപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. തന്റെ പദ്ധതിക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടി കൈത്താങ്ങായി, അല്ലെങ്കിൽ അതിനു വേണ്ടി തന്റെ ഒരു ഹല്ലേലൂയ ഭൂമിയിൽ വന്നതിന്റെ ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം സെലക്ട് ചെയ്ത തന്റെ ശിഷ്യന്മാരെ ഹല്ലേലൂയ ഭാഗത്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഹല്ലേലൂയ അവർ പറയുക, കർത്താവ് പറയുന്നു, നീ ഇവിടെ ഇരിക്കണം, നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി പറയാം, ദൈവം നിന്നെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്നെ ഏതെങ്കിലും ഒരു പദവിയിലാക്കി കഴിഞ്ഞാൽ ആ പദവിക്കകത്ത് നീ അനുസരണയുള്ളവനായി തീരണം. ഹല്ലേലൂയ. നിന്നെ ആക്കിയ മേഖലയ്ക്കകത്ത് നീ ദൈവത്തോട് നീതി പുലർത്തുന്നവനാകണം. ഇവിടെ ഹല്ലേലൂയ ആ ശിഷ്യന്മാരെ കൊണ്ട് ആക്കിയ ശേഷം കർത്താവ് ചെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ സ്തോത്രം,
പ്രാർത്ഥനയ്ക്കപ്പുറം മടങ്ങി വന്ന കർത്താവ് കാണുന്ന കാഴ്ച, ഹല്ലേലൂയ, ശിഷ്യന്മാരാക്കിയവരെല്ലാം ഉറങ്ങുകയാ. സ്വതാക്കിയവരെല്ലാം ഉറങ്ങുകയാ. ഇന്ന് രാത്രി ഹല്ലേലൂയ കുറുവാക്യത്തിലേക്കൊന്ന് വന്ന് മുമ്പിലോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കർത്താവ് വന്ന് നോക്കിയപ്പോ താനാക്കിയ ശിഷ്യന്മാരെല്ലാം ആ തോട്ടത്തിൽ ഉറങ്ങുകയാ. ഹല്ലേലൂയ, വ്യക്തമായൊരു പദ്ധതിയെ കുറിച്ച് ബോധ്യമുള്ളവൻ, ഹല്ലേലൂയ, സർവശക്തനായ ദൈവം കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ തന്റെ കൂടെ വന്നവർ ഉറങ്ങുന്നൊരു അനുഭവം. എന്നാൽ യേശു കർത്താവ് സ്തോത്രം ഇവരുടെ അടുക്കൽ വന്നു. ദൈവവചനം എഴുതിയിരിക്കുന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. ഹല്ലേലൂയ. പക്ഷെ അവരെ അല്ല വിളിച്ചത്, അതിലൊരുവനെ വിളിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവൻ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. ഹല്ലേലൂയ. പത്രോസിനോട്, ശീമോനെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? ഹല്ലേലൂയ. അതെ, കർത്താവ് വന്നപ്പോ കണ്ടത് അവർ ഉറങ്ങുന്നത്. പക്ഷെ കർത്താവ് അവരെ അല്ല വിളിച്ചത്, ഒരുവനെ വിളിച്ചു. ഹല്ലേലൂയ. അവനെ വിളിച്ചു. ആരെ? ഹല്ലേലൂയ, സ്തോത്ര, ശീമോനെ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്ര. ഇന്ന് രാത്രികാലം പറയാം, ഉറങ്ങുന്നവർ അനേകരുണ്ട്, ഉറങ്ങുന്നവർ അനേകരുണ്ട്. ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു, നീ ദൈവത്തിന്റെ ഒരു പടയാളിയായി തീരുക, എന്റെ നല്ലൊരു വേലക്കാരനായി തീരണമെന്ന് പറഞ്ഞ് വേലക്കിറങ്ങിയ ഗെത്സമനെ കയറിയ ശിഷ്യന്മാരെ, നീ ഉറങ്ങുന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയാ, ഹല്ലേലൂയ, നിനക്ക് ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ? ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ കൈമാറുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നമ്മോട് ചോദിക്കുക, ഒരു രാത്രി പോലും, ഒരു നാഴിക പോലും, ഒരു ദിവസം പോലും നിനക്ക് എന്നോടുകൂടെ എന്റെ ദൈവത്തോടൊപ്പം ഇരിപ്പാൻ കഴിഞ്ഞില്ലയോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവർ ഉറങ്ങുന്നത് കണ്ടോ? ദൈവവചനം അത് വായിക്കുന്ന സമയത്ത് എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, പത്രോസിനോട്, ശീമോനെ, 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 ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിനോട്, ശീമോനെ. അനേകർ ഉറങ്ങിക്കോട്ടെ, പക്ഷേ ഹല്ലേലൂയ, പത്രോസ്, നിനക്കുറങ്ങാൻ പറ്റുമോ? നിനക്കുറങ്ങാൻ പറ്റുമോ? കാരണം മറ്റുള്ള ആരും അനുഭവിക്കാത്ത ദൈവത്തിന്റെ മഹത്വം കണ്ടവനാ നീ. മറ്റാരും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ഹല്ലേലൂയ വെളിപ്പാട് പ്രാപിച്ചവനാ നീ. എന്റെ കർത്താവ് യേശു ക്രിസ്തു ആരാണെന്ന അറിവുള്ളവനാ നീ. ഇന്ന് രാത്രി ആരൊക്കെ ഉറങ്ങിയാല, നിന്റെ പട്ടണത്തിൽ നിന്നോടൊപ്പം ബൈബിൾ കോളേജിൽ പഠിച്ച, നിന്നോടൊപ്പം സ്നാനപ്പെട്ട, നിന്നോടൊപ്പം വിശ്വാസത്തിൽ പിച്ച വെച്ചിറങ്ങിയ സകലത്തിനും പിന്മാറിയാലോ, ഇന്ന് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്നോട് ചോദിക്കാൻ, നിനക്കുറങ്ങാൻ കഴിയുമോ? നിനക്ക് മാറി നിൽക്കാൻ കഴിയുമോ? നിനക്ക് പിന്മാറാൻ കഴിയുമോ? ഏത് പ്രതികൂലം വന്നാല്, ഏത് പ്രയാസം വന്നാല് നിനക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. ഇന്ന് രാത്രികാലം നിന്നോട് കൈമാറാ, നിനക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ കുറിച്ച് വ്യക്തമായ വെളിപ്പാട് നിനക്ക് ദൈവം കൈമാറിയിട്ടുണ്ട്. എന്റെ കർത്താവിനെ കുറിച്ച് വ്യക്തമായ വെളിപ്പാട് നിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ നിനക്ക് ഡിഗ്രികൾ കാണത്തില്ല, സ്തോത്രം. നിനക്ക് ഹല്ലേലൂയ സർട്ടിഫിക്കറ്റുകളൊന്നും കാണത്തില്ല, സ്തോത്രം. നീ ഒരു സെമിനാരി പഠിച്ച് കാണത്തില്ല, തിയോളജി നിനക്ക് അറിയത്തില്ലായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കൂടെ വന്നവരെല്ലാം, സ്തോത്രം, വിവിധ ഹല്ലേലൂയ ഡിഗ്രികൾ എടുത്ത, സ്തോത്രം, എല്ലാ പേരും പിന്മാറിക്കാണും, എല്ലാവരും പിന്മാറിക്കാണും. പക്ഷെ ഇന്ന് രാത്രി ഹല്ലേലൂയ, പ്രിയ സ്നേഹിത, നിനക്കൊന്നും ഇല്ലെങ്കിലും, നീ കഴിവ് കെട്ടവനാണെങ്കിലും, നിനക്കൊന്നുമില്ല എങ്കിലും, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നോക്കി പത്രോസേ, നിന്റെ ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കി. അല്ല, നിനക്കൊരവസ്ഥ ഉണ്ടായിരുന്നു മുമ്പ്, നിന്റെ അനുഭവം ഉണ്ടായിരുന്നു, നിനക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. സ്തോത്രം. കടലിന്റെ സകലവും നിനക്കറിയാം. അല്ല, നീ നല്ല ഡെഡിക്കേഷൻ ഉള്ളതാ. ഹല്ലേലൂയ, ചെറുപ്പം മുതൽ നീ അധ്വാനിക്കുന്നവനാ, നിനക്ക് നല്ല ആരോഗ്യമുണ്ട്. സ്തോത്ര. കടലിന്റെ സകല ദൃശ്യങ്ങളും നിനക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ നിനക്ക് സകല അറിവുണ്ടായിരുന്നിട്ടും നിന്റെ അധ്വാന മേഖലയിൽ, ഉപജീവന മേഖലയിൽ നിനക്ക്
പ്രാപ്തി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ സ്തോത്ര, എൻ്റെ കർത്താവ് നിന്റെ പടങ്ങി വന്നപ്പോൾ എല്ലാം ശൂന്യമായിരുന്ന അനുഭവമല്ലേ? നിനക്കുണ്ടായിരുന്ന എല്ലാം, നിന്റെ അധ്വാനശീലമൊക്കെ പരാജയപ്പെട്ടല്ലേ നീ വന്നത്? നിന്റെ അറിവുകളൊക്കെ പരാജയപ്പെട്ടല്ലേ വന്നത്? ഹല്ലേലൂയ. ആ പരാജയപ്പെട്ട സമയത്ത് എൻ്റെ കർത്താവ് നിന്റെ പടകിൽ കയറുന്നേ. ഇന്ന് രാത്രികാലം പറയാ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട്, ഹല്ലേലൂയ, നിനക്ക് എന്തൊക്കെ ഉണ്ട്, എനിക്കെല്ലാ കഴിവുകളുണ്ടെന്ന് പറഞ്ഞ് ലോകത്തിന്റെ പിന്നാലെ പോകുമ്പോഴല്ല ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിന്റെ അകത്ത് വരുന്നത്, ഹല്ലേലൂയ നിന്റെ അടുക്ക വരുന്നത്. ഒന്നുമില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, കഴിവില്ലെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്, കഴിവില്ലപ്പ. ഹല്ലേലൂയ പാടാൻ ആഗ്രഹമുണ്ട്, കഴിവില്ലപ്പ. എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കൈ താങ്ങാൻ ആരുമില്ലപ്പ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ തന്നെ നീ ഒരു കഴിവില്ലാത്തവനെന്ന് സമ്മതിക്കുന്നെങ്കിൽ, നീ ഒരു പ്രാപ്തി ഇല്ലാത്തവനെന്ന് സമ്മതിക്കുന്നെങ്കിൽ, നിന്നെ കൊണ്ടിന് മുമ്പിലോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ, അത് ഇന്ന് രാത്രി ഈ സെക്കൻഡിൽ നിന്റെ പടകിൽ ഒരുവൻ പ്രവേശിക്കാൻ പോവുക. ഇന്ന് രാത്രി ഈ സെക്കൻഡിൽ നിന്റെ അരികിൽ ഒരുവൻ പ്രവേശിക്കാൻ പോവുക. നിന്റെ ജീവിതത്തിനകത്ത് കയറാൻ പോവുക. എന്റെ സ്വർഗത്തിലെ ദൈവ നിന്നെ തേടി വരുന്ന നല്ലൊരു കർത്താവ്. എന്റെ യേശു കർത്താവ് പത്രോസിന്റെ പടകിൽ ഒന്ന് കയറി. പത്രോസെ, നീ ക്ഷണിച്ചിട്ടാണോ വന്നത്? അല്ല. സ്തോത്ര, നീ ആഗ്രഹിച്ചോ കർത്താവ് വരണമെന്നില്ല? നീ ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ. പരാജയത്തിൽ നീ തൃപ്തിപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഹല്ലേലൂയ നീ പോകാൻ തയ്യാറായപ്പോ വന്നത് എന്റെ കർത്താവാ. എന്തിനാ? നിന്റെ പരാജയത്തെ മാറ്റാൻ നിന്നെ തേടി വരുന്ന ഒരു കർത്താവ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്നെ തേടി വരുന്ന നല്ലൊരു കർത്താവുണ്ട് പ്രിയമുള്ളവരെ. നിന്റെ അനുഭവങ്ങളിൽ ഹല്ലേലൂയ നിന്നോടൊപ്പം ഇറങ്ങി വരുന്ന കർത്താവുണ്ട്. ഹല്ലേലൂയ. എത്ര നീർന്ന വേദനയിൽ കൂടി നീ പോയാൽ, എത്ര നീർന്ന സാഹചര്യത്തിലൂടെ നീ പോകേണ്ടി വന്നാൽ, എത്ര വേദനിക്കുന്ന അനുഭവത്തിലൂടെ നീ പോകേണ്ടി വന്നാൽ, ഇല്ല, നിന്നെ തേടി നിന്റെ പടകിലേക്ക് ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. പത്രോസേ, നിന്റെ പടകിൽ എന്റെ കർത്താവ് വന്നോ? ഹല്ലേലൂയ. പടകിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ എന്റെ കർത്താവ് പ്രസംഗിച്ചു, ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ആ വചനം നീയും കേട്ടതല്ലേ? ഹല്ലേലൂയ. കേട്ടതിനപ്പുറം ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ശൂന്യത തിരിച്ചറിഞ്ഞിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറഞ്ഞു, വല വീശ. ഹല്ലേലൂയ. നീ വല വീശ. നിന്റെ അറിവിനൊത്തോണാണോ നീ വീശിയത്? അല്ല. ഹല്ലേലൂയ. നിന്റെ പ്രാപ്തിക്കൊത്തോണാണോ നീ വീശിയത്? അല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനയ്ക്കൊത്തവണ്ണം നീ വീശിയപ്പോ, എന്റെ കർത്താവിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം വീശിയപ്പോ, ഹല്ലേലൂയ നിന്റെ പടക് മാത്രമല്ല, നിന്റെ കൂട്ടുവേലക്കാരുടെ പടക് കൂടി നിറയത്തക്കവണ്ണം ഒരു മഹത്വം അതിൽ ഇടപെട്ടില്ലേ? ഹല്ലേലൂയ. ഒരു മഹത്വം നീ കാണാനിടയായില്ലേ? ഇന്ന് രാത്രികാല ഹല്ലേലൂയ കൈമാറുകയാ. പ്രിയ സ്നേഹിത, നിന്റെ ബിസിനസ് തകർന്നപ്പോഴല്ലേ നീ ദൈവത്തെ കണ്ടത്? നിന്റെ ജീവിതം പരാജയപ്പെട്ടെടുത്തല്ലേ ദൈവം നിന്റെ തേടി വന്നത്? അല്ല, നീ രോഗശയ്യയിൽ കിടന്നപ്പോ വൈദ്യന്മാരെല്ലാം കൈവിട്ടപ്പോഴല്ലേ നിന്റെ തേടി എന്റെ സ്വർഗത്തിലെ ദൈവം വന്നതാ. ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ അടുക്കൽ വന്നപ്പോ നീ ഒന്നുമില്ലാത്തവനല്ലായിരുന്നോ? നീ തകർച്ച അനുഭവിച്ച വ്യക്തിയല്ലായിരുന്നോ? മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയല്ലായിരുന്നോ? നിന്നെ ബന്ധുക്കൾ കൈവിട്ടില്ലേ? നിന്റെ സുഹൃത്തുക്കൾ നിന്നെ കൈവിട്ടില്ലേ? നാട്ടുകാർ കൈവിട്ടില്ലേ? എന്തിനു പറയുന്നു? നീ വീട്ടിന്റെ അകത്ത് വരെ ഒരു അപമാന പാത്രമായില്ലേ? ഇന്ന് രാത്രി കൈമാറുകയാ. അങ്ങനെ ഇരുന്ന് നിന്നെ തേടി വന്ന നല്ലൊരു കർത്താവ് നിന്നെ തേടി വന്നത് ഗെത്സമനയ്ക്കകത്ത് ഉറങ്ങാനല്ല, ഉണരാനാ. ഇന്ന് രാത്രി കൈമാറുകയാ. പ്രിയമുള്ളവരെ, നീ ഒന്ന് ഉണർന്നിരി. പത്രോസേ, നിന്റെ അനുഭവം മാറിയില്ലേ? നിന്റെ അവസ്ഥ മാറിയില്ലേ? ഹല്ലേലൂയ. നീ ആഗ്രഹിച്ചോ? പക്ഷെ നിന്റെ അനുഭവത്തിനകത്ത്, നിന്റെ ശൂന്യതയ്ക്കകത്ത് വേദനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്റെ ശൂന്യതയ്ക്കകത്ത് വേദനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ നേർച്ച കൊടുത്തിട്ടാണോ? അല്ലല്ല. ഹല്ലേലൂയ. നീ കാഴ്ച കൊടുത്തോ? ഇല്ല. നിന്റെ ഹല്ലേലൂയ നേർച്ചയും കാഴ്ചയും കണ്ടു വന്നവനല്ല. നിന്റെ ഹൃദയം അറിയുന്നൊരു ദൈവ, നിന്റെ ഹൃദയം ഇടിപ്പറിയുന്നൊരു ദൈവ, നിന്റെ വേദന അറിയുന്ന നിന്റെ ദൈവ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നെ കാണുന്നവരുടെ കൈമാറുകയാ. നിന്നെ തേടി നല്ലൊരു കർത്താവ്. ഉണരാൻ വേണ്ടിയാ. നീ ഒന്ന് ഉണരാൻ വേണ്ടിയാ. ചില പ്രതികൂലത്തിന്റെ നടുവിൽ നീ പിന്മാറാനല്ല, നീ ഒന്ന് ഉണരാൻ വേണ്ടിയാ. ചില വേദനകൾ വരുമ്പോ ഹല്ലേലൂയ മതി, ഇനി എനിക്ക് വയ്യ കർത്താവ് എന്ന് പറഞ്ഞ് പിന്മാറാനല്ല, നീ മുമ്പിലോട്ട് പോകാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഒന്നുമില്ല കർത്താവേ,
പട്ടിണിയാ, ഒന്നുമില്ല കർത്താവിന്റെ കൈ, ശൂന്യതയാ. ഹല്ലേലൂയ. ഒന്നുമില്ല, ഒരു വഴിയുമില്ല എനിക്ക് മുമ്പിലോട്ട് പോകാൻ. പ്രശ്നമാകെ സ്നേഹിത, നിന്നെ തേടി വന്നൊരു കർത്താവുണ്ട്. നിന്നെ കൈവിടത്തില്ല. ഈ നിരാശക്കകത്ത് നീ വീണു പോകത്തില്ല. ഈ അനുഭവത്തിനകത്ത് നീ വീണു പോകത്തില്ല. നീ അതിജീവിക്കാം. ഹല്ലേലൂയ. കാരണം എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ അവസ്ഥ അറിഞ്ഞു വന്നവനാ. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസേ, ഒന്ന് തിരിച്ചറിയ. നിന്നെ മാത്രം തേടി തേടി ചാൻസുകൾ വരികയാ. നീ പിന്മാറി, പക്ഷെ നിനക്കൊരു അവസരം വരികയാ. നീ വീണ്ടും പാപത്തിലേക്ക് തിരിഞ്ഞു, പക്ഷെ നിനക്കൊരു അവസരം വരികയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ ഒന്ന് തിരികെ വിളിക്കുകയാ. ഒന്ന് മടങ്ങി വാ. ഹല്ലേലൂയ. നിന്റെ പഴയ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ. നിന്റെ ആരാധനയിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നേരുള്ളവനായിരുന്ന ഒരു അനുഭവം നിനക്കുണ്ടായിരുന്നോ? നേരോടിരുന്ന അനുഭവം ഉണ്ടായിരുന്നോ? അപ്പന് വേണ്ടി ചെലവിടാൻ പ്രവർത്തിക്കുവാനും ഒരു തീക്ഷണ നിനക്കുണ്ടായിരുന്നോ? മടങ്ങി വായിന്ന പത്രോസിന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയ ചലനങ്ങളുണ്ടായി. പ്രിയമുള്ളവർ, വലിയ ചലനങ്ങൾ. അവൻ സാധാരണ വ്യക്തിയല്ല. ഹല്ലേലൂയ. കെട്ടാൻ അധികാരമുള്ളവൻ, അഴിപ്പാൻ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. എന്റെ കർത്താവ് സകല അധികാരങ്ങളും കൈമാറിയവന്. ഇന്ന് രാത്രി പറയാൻ യോഗ്യതയില്ലാഞ്ഞിട്ട് തേടി വന്ന മഹത്കരമായ ഒരു സംഭവമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഒരു സത്യമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. കൃപയാൽ അത്ര നിങ്ങൾ രക്ഷയിലേക്ക് വന്നത്. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രാപ്തി കൊണ്ടല്ല, നിന്റെ സൗന്ദര്യം കൊണ്ടല്ല, അല്ല നിന്റെ ബാങ്ക് ബാലൻസ് കൊണ്ടല്ല. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അല്ല നിന്നെ കണ്ടത്, നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ, നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാ. നീ സാധാരണ വ്യക്തി അല്ലാഞ്ഞിട്ടാ. ഹല്ലേലൂയ. അത് അനേകർ ഇറങ്ങിയപ്പോ ഇന്ന് രാത്രി നിന്നെ തട്ടി ഉയർത്തിയത്. ഉണരാമോ പത്രോസ്? നിനക്കൊന്ന് ഹല്ലേലൂയ, നിനക്കൊന്ന് ഉണർന്നിരിക്കാമോ? നിനക്കൊന്ന് ഉണർന്നിരിക്കാമോ? ദൈവത്തിന്റെ സന്നിധി നിനക്കൊന്ന് ഉണരാമോ? ഹല്ലേലൂയ. മുങ്ങി താഴുന്ന അനുഭവത്തില് ഒന്ന് കരം പിടിച്ച് കയറ്റിയ നല്ലൊരു കർത്താവില്ലേ? സ്തോത്ര. അവിശ്വാസത്താൽ വീണു പോകേണ്ട സാഹചര്യത്ത് ഇറങ്ങി വന്ന് ഹല്ലേലൂയ കരം പിടിച്ച് കയറ്റിയൊരു കർത്താവില്ലേ? ഹല്ലേലൂയ. എന്റെ കർത്താവിന് നിന്നെ ഒരുപാട് ഇഷ്ടമാ. ഹല്ലേലൂയ. കാരണം തന്റെ ബാക്കി ശിഷ്യന്മാരെല്ലാം പടകിലിരിക്കുമ്പോ രാത്രിയുടെ യാമത്തില് കടലിൽ മീതെ എന്റെ കർത്താവ് വന്നപ്പോ സകല വ്യക്തികളും ഭയപ്പെട്ടു. ഒരു ഭൂതമെന്ന് പറഞ്ഞു. പക്ഷെ നിന്റെ വാക്ക് പ്രസക്തമാ. നീ പറഞ്ഞു കർത്താവേ ആകുന്നെങ്കിൽ വെള്ളത്തിന്റെ മീതെ ഞാൻ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞ പടക് വിട്ട് കടലിൽ ഇറങ്ങിയവനല്ലേ നീ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് ഇഷ്ടമാ അനേകരുടെ കൂട്ടത്ത് ഞാനും ഒരു വ്യക്തി എന്ന് പറയാനല്ല, വ്യത്യസ്തമായൊന്ന് ഇറങ്ങുന്നവനെ എന്റെ സ്വർഗം അങ്ങ് അംഗീകരിക്കാനിടയാകും. ഞാനും ഒരു വിശ്വാസിയാ, ഞാനൊരു പാസ്റ്ററാ, ഞാനൊരു സുവിശേഷ പ്രവർത്തകനാ. പ്രിയമുള്ളവർ, എന്ന് പറയുന്നതല്ല, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഞാനും ഒന്നൊന്ന് പറയുന്നവനല്ല. ഹല്ലേലൂയ. വിശ്വാസത്താൽ അനേകർ പടകിലിരിക്കുമ്പോഴും വിശ്വാസത്താൽ പടക് വിട്ട് കടലിൽ ചവിട്ടാൻ ഇടയായവനാ പത്രോസ്. ഈ സാധാരണ വ്യക്തിയല്ല. നിന്റെ പ്രവൃത്തി എന്റെ സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ചിരിക്കുക. ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ അംഗീകരിച്ചിരിക്കുക. ഹല്ലേലൂയ. നീ വീണ്ടും രക്ഷയുടെ ഭാഗത്ത് വന്നു. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുമ്പിലോട്ട് പോകണമെന്നറിയാതെ, ഹല്ലേലൂയ നിന്റെ കൂട്ടുകാരെ കൊണ്ട് പണ്ട് നീ കർത്താവില്ലാതെ ശൂന്യമായൊരു അനുഭവത്തിലേക്ക് മടങ്ങിപ്പോയി. വീണ്ടും ശൂന്യമായൊരു അനുഭവം നിനക്കുണ്ട്. അന്നും കൈവിടാതെ ഇന്ന് ഇറങ്ങി നിന്നെ തിരക്കി വന്ന നല്ലൊരു കർത്താവുണ്ട്, നല്ലൊരു കർത്താവുണ്ട്. അന്നും ദൈവം നിന്നെ അനുഗ്രഹിക്കാനിടയായി. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിന്നെ ബലപ്പെടുത്തുവാനിടയായി. നിന്റെ പാപത്തെ മറച്ച് നിന്നെ വീണ്ടും തന്റെ ശരീരം
ശരീരത്തോട് ചേർപ്പാനിടയായി. ഇന്ന് രാത്രി അവസരങ്ങൾ ഒത്തിരി നിനക്ക് കിട്ടി, അനുഭവങ്ങൾ ഒത്തിരി നിനക്കുണ്ടായി. ഇന്ന് രാത്രി മടങ്ങി വാ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ, എന്റെ കർത്താവിങ്കിലേക്ക് മടങ്ങി വാ. നീ ദൈവത്തിന്റെ സാധാരണ മനുഷ്യനല്ല, ഒരു അസാധാരണ മനുഷ്യനാ. അസാധാരണ സ്നേഹം കൈക്കൊള്ളുന്ന, അസാധാരണ സ്നേഹം വെളിപ്പെടുന്ന ഒരു മനുഷ്യനാ. അതുകൊണ്ട് അനേകർ ഇറങ്ങിയാലും നിന്നെ ദൈവം ഉണർത്തുന്നത്. അനേകർ ഇറങ്ങിയാലും നിന്നെ കർത്താവ് തേടി വന്നതിന്റെ ഉദ്ദേശം നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ്. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനായതുകൊണ്ടാ. ഹല്ലേലൂയ, സ്തോത്രം. ശൂന്യനായിരുന്നു നിന്റെ പടക് നിറച്ച്, ഹല്ലേലൂയ, കൂടെ നടത്തി. നീ അത്ഭുതങ്ങൾ ഒത്തിരി കണ്ടു, നീ അടയാളങ്ങൾ ഒത്തിരി കണ്ടു. നീ കണ്ടു, ഹല്ലേലൂയ, മരിച്ചവർ എഴുന്നേൽക്കുന്നത് നീ കണ്ടു. ഹല്ലേലൂയ, അനേക ഭൂതങ്ങൾ വിട്ടുപോകുന്നത് നീ കണ്ടു, അത്ഭുതങ്ങൾ നീ കണ്ടു. ഹല്ലേലൂയ, വിടുതലിന്റെ ഒരു അപ്പം നീ ചുമന്നതാ. ഹല്ലേലൂയ, വിടുതലിന്റെ ഒരു കുട്ട അപ്പം നീ ചുമന്നതാ. ഹല്ലേലൂയ, നീ വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ട വ്യക്തിയാ. ഹല്ലേലൂയ, എന്റെ കർത്താവ് നിന്നെ പല അനുഭവത്തിലൂടെ, സ്നേഹത്തിലൂടെ, സന്തോഷത്തിലൂടെ, കരുതലിലൂടെ ഒക്കെ കൊണ്ടുപോയ വ്യക്തിയാ. ഹല്ലേലൂയ, ജീവിതത്തിൽ നിന്റെ ഓരോ സ്റ്റെപ്പ് നടത്തുവാൻ പ്രാപ്തനാക്കുന്ന, നടത്തുന്ന ഹല്ലേലൂയ ദൈവമുണ്ട് പ്രിയ സഹോദര. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിനക്കൊരു ചാൻസ് തരിക. ഒന്ന് മടങ്ങി വാ, മടങ്ങി വാ. ദൈവം നിന്റെ ജീവിതം ചെയ്ത നന്മകൾ ഓർത്ത് നോക്കി. ഇന്നലെ തകർന്നു പോകേണ്ട സ്ഥാനത്ത്, നശിച്ചു പോകേണ്ട സ്ഥാനത്ത്, മരണപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് അപകടം നിന്റെ ഉയിർ ജീവൻ എടുത്തനെ. ഹല്ലേലൂയ, കടബാധിത നിന്റെ ജീവൻ എടുത്തനെ. അത് രോഗം നിന്റെ ജീവൻ എടുത്തനെ. പക്ഷെ രോഗത്തിനോ കടഭാരത്തിനോ വേദനയ്ക്കോ ശോധനയ്ക്കോ വിട്ടുകൊടുക്കാതെ വന്ന ഇത് എന്റേതാന്ന് പറഞ്ഞ എന്റെ സ്വർഗത്തിൽ നിന്നെ ചേർത്ത് പിടിച്ചോ. ഇവൻ എന്റേതാന്ന് പറഞ്ഞ, ഇവൾ എന്റേതാന്ന് പറഞ്ഞ ചേർത്ത് പിടിച്ച ഗെത്സമനയിൽ കയറ്റിയ പത്രോസേ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ചോദിക്കുക, ഒരു നാഴിക, ഒരു നാഴിക, ഒരു നാഴിക. എന്റെ സമയത്തിൽ ഒരു നാഴിക ഞാൻ കൊടുത്തു. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നാഴിക. എനിക്ക് ഇത്രയും നന്മ ചെയ്ത കർത്താവിന് സ്വന്തം ഹൃദയത്തേക്ക് നോക്കിയിട്ട് പറ, ഒരു നാഴികയെങ്കിലും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു പ്രാവശ്യമെങ്കിലും ആത്മാർത്ഥമായ അപ്പാ എന്ന് വിളിക്കാൻ കഴിഞ്ഞു. ഇത്രയും വിടുതൽ കണ്ട, ഹല്ലേലൂയ, ഇത്രയും അത്ഭുതം കണ്ട, ഇത്രയും അനുഗ്രഹം കണ്ട, ഹല്ലേലൂയ, ഇത്രയും നല്ല രീതിയിൽ വഴി നടത്തിയ എന്റെ സ്വർഗത്തിലെ ദൈവം ഈ അന്ത്യകാലത്ത്, അതെ, കർത്താവിന്റെ വരവിന് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല എന്ന് വരുമെന്ന്, കള്ളനെ പോലെ വരും. പക്ഷെ സമയമില്ല സഹോദര. കാലഘട്ടം വിളിച്ചു പറയുക, ഇനി സമയമില്ല, ഇനി സമയമില്ല, ഇനി കാലമില്ല. നാളെയാകട്ടെ, നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ച അനുഭവത്തെ മാറ്റി നിർത്തിയിട്ട് പറ, ഇന്ന് രാത്രി എനിക്ക് എഴുന്നേൽക്കണം. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്റെ അടുക്കെ വന്ന, നീ വിദേശത്തായിരുന്നാല്, നീ സ്വദേശത്തായിരുന്നാല്, അല്ല നീ ഏത് പട്ടണത്തിരുന്നാല്, നീ ഏത് നരകത്തിലിരുന്നാല്, ഹല്ലേലൂയ, നീ ഏത് സ്വർഗത്തിരുന്നാല്, ഇന്ന് രാത്രി കൈമാറുകയാ. ഈ സമയം നിന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ അരികെ വന്ന് നിന്നെ തട്ടി ഉണർത്തുകയാ. നിന്റെ പേര് മാറിയത്, നീ ആള് മാറിയത് കർത്താവ് വന്നിട്ടാ. നിന്റെ അനുഭവം മാറി തുടങ്ങിയത് കർത്താവ് വന്നിട്ടാ. കർത്താവിന്റെ പ്രസക്തമായ ചോദ്യം, പ്രസക്തമായ ശബ്ദം, ഹല്ലേലൂയ. പത്രോസിനോട്, ശിമോനെ, ഒരു നാഴിക ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ?
ഇന്ന് രാത്രി ഹല്ലേലൂയ ശീമോൻ എന്നുള്ള പേരൊന്ന് മാറ്റിയിട്ട് നമ്മുടെ പേരൊന്ന് അവിടെ ചേർത്തേ. ഹല്ലേലൂയ ശീമോൻ എന്നൊരു പേര് മാറ്റിയിട്ടേ നമ്മുടെ പേരെന്ന് അവിടെ ചേർക്ക. എന്നിട്ട് ഇന്ന് രാത്രി ആ ശബ്ദം ഒന്ന് കേള. ഹല്ലേലൂയ ഓ റാബാ ഷേഖല ദുറാമാന ദേഗസിയ. ഹല്ലേലൂയ മകനെ, ഇന്ന് രാത്രി നിനക്ക് ദൈവത്തോട് ഒരു നാഴിക പോലെ ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ? ഓ എന്റെ കർത്താവിനോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലയോ? ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം ശീമോനായിരുന്നു നിന്നെ, പുല്ലിന്റെ അനുഭവത്തിലായിരുന്നു നിന്നെ, വെറും ഞാങ്ങണയായിരുന്നു നിന്നെ അല്ലെ പത്രോസാക്കി മാറ്റിയ, പാറ കഷ്ണമാക്കിയ, അല്ല ഉറപ്പാക്കി മാറ്റിയ, ഉറപ്പുള്ളവനാക്കി മാറ്റിയ സ്വർഗത്തിലെ ദൈവം നിന്നോട് ചോദിക്കുക, എനിക്ക് വേണ്ടി എന്റെ ഹല്ലേലൂയ കർത്താവ് ചോദിക്കുക, എനിക്ക് വേണ്ടി ഒരു നാഴിക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എഴുന്നേൽക്കാമോ? പെന്തക്കോസ്ത ആത്മീയ കൂട്ടായ്മയിൽ എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നീ ഒത്തിരി മെസ്സേജ് കേൾക്കുന്നതാ, ഒത്തിരി പാട്ട് കണ്ട് ആസ്വദിക്കുന്നതാ. ഇന്ന് നീ മെസ്സേജ് കേൾക്കുന്നുണ്ടോ, പാട്ട് കേൾക്കുന്നുണ്ടോ? ഇതൊന്നും അല്ല എന്റെ തമ്പുരാൻ ചോദിക്കുന്നേ. ഒരു നാഴിക എന്നോടൊപ്പം 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 ഉണർന്നിരിപ്പാൻ കഴിയുന്നോ? നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ, പരനേ നിൻ മുഖം, പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, പരനേ നിൻ മുഖം, പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, പരനേ നിന്നെ നിന്നെ എഴുന്നേൽക്കാമോ പ്രിയമുള്ളവർ? ദൈവസന്നിധിയിൽ മടങ്ങി വരാമോ പ്രിയമുള്ളവരെ? എന്റെ കർത്താവിലേക്ക് നിൽക്കുന്നു മടങ്ങി വരാമോ? ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാമോ? ഇന്നലെ ഞാൻ എന്തായിരുന്നു അല്ല, ഇന്നലെ ഞാൻ കർത്താവിന് വേണ്ടി അത് ചെയ്തൊന്നും അല്ല, ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു ഉപവസിച്ചൊന്നല്ല. ഇന്ന് രാത്രി നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ കർത്താവിന് ഇന്ന് രാത്രിയാണ് നിന്റെ ആവശ്യം. ഇന്നലെ നീ കർത്താവിന്റെ കൂടെ ഇരുന്ന് ചെയ്തതൊന്നും അല്ല. ഇന്നും മടുപ്പൊന്നും തോന്നാതെ എഴുന്നേൽപ്പം നിനക്ക് മനസ്സുണ്ടോ? എന്റെ കർത്താവ് നിന്നെ തട്ടി ഉണർത്തുകയാ, തട്ടി ഉണർത്തുക. നിന്റെ രോഗങ്ങളെല്ലാം സൗഖ്യമാകുക. നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള സകല ദുഷ്ട പൈശാചിക പോരുകൾ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അഴിഞ്ഞു മാറുക. നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറുകയാ. നിന്റെ സ്വർഗത്തിലെ ദൈവ അതിന്റെ സാഹചര്യം മനസ്സിലാക്കി കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുക. അല്ലെ അവൻ ഇറങ്ങാൻ പോവുക. നിന്നെ തേടി വരുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായാലും ശരി, അല്ല ഇന്ന് രാത്രി മതം വിട്ടിട്ട് ഹല്ലേലൂയ മതത്തെ ഉയർത്തുവാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളൊരു മതത്തിന്റെ വക്താവല്ല, അല്ല ഒരു മതത്തിന്റെ വക്താക്കളല്ല. കർത്താവായ യേശു ക്രിസ്തു ഒരു മതം ഭൂമിയിൽ സ്ഥാപിച്ചിട്ടില്ല. അല്ല ഒരു മതഗുരുവല്ല കർത്താവ്. അല്ല പിന്നെയോ സകല മനുഷ്യന്റെയോ, അതെ ഹല്ലേലൂയ, ഹൈന്ദവന്റെയോ മുസൽമാന്റെയോ ക്രൈസ്തവന്റെയോ ജീവനുള്ളവരുടെ സകലരുടെയോ ഒരേ ഒരു ദൈവം മാത്രമേ നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. ആമേൻ. ആ കർത്താവ് വിളിക്കുക. എഴുന്നേൽക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് മടങ്ങി വാ. നിന്റെ ഹൃദയം കൊടുക്കാൻ മനസ്സുണ്ടോ? പണം മോഹിച്ചല്ല, നന്മ മോഹിച്ചല്ല, നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, അക്കൗണ്ട് കണ്ടിട്ടല്ല, നിന്റെ ഹൃദയം കണ്ട് അകത്ത് കയറുന്ന ഒരു നല്ലൊരു കർത്താവ്. സാഹചര്യങ്ങളെല്ലാം മാറാം. കർത്താവെങ്കിലേക്ക് മടങ്ങി ഒരു നിനക്ക് മനസ്സുണ്ടോ? നിന്റെ അവസ്ഥകളൊക്കെ മാറും, നിന്റെ അനുഭവങ്ങളൊക്കെ മാറും, നിന്റെ എല്ലാ പ്രതികൂലത്തിനും പുറത്തു വരും.
നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം പോംവഴി തുറന്നു തരും. അതെ, എന്റെ കർത്താവിന് നീ വിലവെടുപ്പുള്ളവനാ. എന്റെ കർത്താവ് നിന്നെ അധികമായി സ്നേഹിക്കുന്നു. മടങ്ങി വാ, ഒന്ന് എഴുന്നേൽക്കാ കർത്താവിന് വേണ്ടി. ദൈവം നിന്നെ തട്ടി ഉണർത്തി ചോദിക്കുക, ഒരു നാഴിക, ഒരു നാഴിക, ഒരു നാഴിക. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഇപ്പൊ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച വിടുതൽ ഏറ്റെടുത്താണ്. പരിശുദ്ധനെ സ്വർഗീയ നല്ല പിതാവേ, നല്ല രാത്രിക്ക് സ്തോത്രം. ഈ രാത്രികാലം ദൈവമേ, പെന്തക്കോസ്ത് ആത്മീയ കൂട്ടായ്മ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഞങ്ങളെ കാണുന്ന പ്രിയമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകാരം ഇവർക്ക് വേണ്ടി ചലിക്കണം. അത്ഭുത സാന്നിധ്യം ഇവരുടെ നടുവിൽ ഇറങ്ങണം. നിരാശയിലോ ഭാരത്താലോ പ്രയാസത്തിലോ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ദൈവമേ അവിടുന്ന് ഇടപെടണം. കുടുംബങ്ങൾക്ക് സമാധാനമില്ലാത്തവരുടെ അനുഭവങ്ങളെ ഒന്നും മാറട്ടെ. സമാധാനത്തിന്റെ ദൈവം നല്ല കർത്താവ് അവിടെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശൂന്യമായ അനുഭവങ്ങൾ മാറട്ടെ. സ്വർഗത്തിലുള്ള ദൈവം വർദ്ധിപ്പിക്കണം, അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അത്ഭുതം അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ എല്ലാ കർത്താവ് സംഘാടകരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായി കർത്താവ് തുടർന്നും ദൈവമേ അവിടെ നാമത്തിലൂടെ പ്രയോജനപ്പെടുവാൻ ദൈവമേ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ടീമിനെ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്റ്റേജിലും ബാക്ക് സ്റ്റേജിലൊക്കെ ആയിരിക്കുന്ന സകല സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവങ്ങൾ സമർപ്പിക്കുന്ന യേശുവിൻ നാമത്തിന് പിതാവേ, ആമേൻ, 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 ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. പെന്തക്കോസ്ത് ആത്മീയ കൂട്ടായ്മ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ദൈവത്തിന്റെ വചനം സംസാരിപ്പാനും കർത്താവിനെ ആരാധിപ്പാനൊക്കെ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവസരത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക അതിന് മുഖാന്തരമായി ഇതിന്റെ എല്ലാ സംഘാടകരോടുള്ള നന്ദിയെ സ്നേഹത്തെ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.